ഇപ്പോൾ നമ്മൾ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വാർത്തയിലേക്കാണ്, ഷിരൂരിലേക്കാണ്. 12 നാളും നമ്മൾ കാത്തിരുന്നു, പക്ഷേ ഇപ്പോഴും അർജുൻ കാണാമറയത്താണ്. കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിൽപ്പെട്ട അർജുൻ 12ാം ദിവസവും കാണാമറയത്ത് തന്നെ. ശക്തമായ അടിയൊഴുക്കിനെ അവഗണിച്ച് ഗംഗാവലി പുഴയിലിറങ്ങിയ സന്നദ്ധ പ്രവർത്തകൻ ഈശ്വർ മാൽപേയ്ക്കും കാര്യമായ സൂചന ലഭിച്ചില്ല. കരയിൽ നിന്ന് 132 മീറ്റർ അകലെയാണ് ഇപ്പോൾ ലോറി ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് എന്നാണ് ശാസ്ത്രീയ പരിശോധന സംഘം നടത്തിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഡ്രഡ്ജിങ്ങിന് സാധ്യത തേടുമെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണസേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കുത്തിയൊഴുകുന്ന ഗംഗാവാലിപ്പുഴ, നേവിയുടെ വിദഗ്ധ പരിശീലനം ലഭിച്ച ഡൈവേഴ്സിനും കീഴടക്കാൻ പറ്റാത്ത കുത്തൊഴുക്ക്. പ്രതിസന്ധിയുടെ ആഴങ്ങളിലേക്കാണ് രക്ഷാദൌത്യം ഏറ്റെടുത്ത് ഉടുപ്പിക്കാരൻ ഈശ്വർ മാൽപേയും സംഘവും എത്തിയത്. അപകടം മനസ്സിലാക്കി ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചു. സ്വന്തം റിസ്കിൽ ദൌത്യത്തിന് തയ്യാറാണെന്ന് ഈശ്വർ മാൽപേ. ഉച്ചയോടെ MLA ഉൾപ്പെടെയുള്ള സംഘം പുഴയിലെ മൺകൂനയിലേക്ക്. കരയിൽ നിന്ന് 132 മീറ്റർ അകലെ മൺകൂനയോട് ചേർന്നാണ് ഐബോർഡ് പരിശോധനയിൽ ഏറ്റവും ശക്തമായ സിഗ്നൽ ലഭിച്ചത്. ഇവിടം കേന്ദ്രീകരിച്ചായിരുന്നു തിരച്ചിൽ. ഒഴുക്കും അടിയൊഴുക്കും ആഴവും തിരിച്ചറിയാൻ മാൽപയുടെ ആദ്യ ഡൈവ്. രണ്ടാമത് ഡൈവ് ചെയ്തത് 15 മിനിറ്റിന്റെ ഇടവേളയിൽ. കയർ ബന്ധിക്കാനുള്ള സ്ഥലം ഉറപ്പിച്ച് തിരികെ കയറി. പക്ഷേ മൂന്നാമത്തെ ഡൈവ് കണക്കുകൂട്ടിയതുപോലെ ആയില്ല. ശക്തമായ അടിയൊഴുക്ക് മാൽപയുടെ സുരക്ഷയ്ക്കുള്ള കയറിന്റെ കെട്ടഴിച്ചു. ഒഴുക്കിൽപ്പെട്ട മാൽപേ ആശങ്കയുടെ മിനിറ്റുകൾ കടന്ന് 100 മീറ്റർ മാറിയാണ് പൊങ്ങിയത്. പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്ന നാവിക സംഘം മാൽപയെ രക്ഷിച്ച് മൺതിട്ടയിലെത്തിച്ചു. പിന്മാറാൻ തയ്യാറാകാതിരുന്ന ഈശ്വർ മാൽപേ 7 തവണ ഗംഗാവാലിയിൽ ഊളിയിട്ടു. പക്ഷേ അർജുനിലേക്കോ അർജുന്റെ ലോറിയിലേക്കോ വെളിച്ചം വീശുന്ന സൂചനകളൊന്നും ലഭിച്ചില്ല. പുഴയുടെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയ മരങ്ങളും പാറകളും ചെളിയുമെല്ലാം വെല്ലുവിളിയെന്ന് MLA സതീഷ് കൃഷ്ണസേൽ. He has made 4 lines. Almost he has completing, but because of water speed, he also cannot reach. For that, we are trying to make this alternate arrangement if possible. മാർക്ക് ചെയ്ത മുഴുവൻ സ്ഥലവും ഇന്ന് പരിശോധിച്ചു. ഇരുട്ടിന് കനം വെച്ചതോടെയാണ് മാൽപേ സംഘം കരയ്ക്കു കയറിയത്. ദൌത്യം അവസാനിപ്പിക്കില്ലെന്ന് സ്ഥലത്തെത്തിയ മന്ത്രി AK ശശീന്ദ്രൻ. ഇതുവരെയും നാം ആശിച്ച വിധത്തിലുള്ള പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു സംഭവം നടക്കുമ്പോൾ അതിനകത്ത് പ്രവർത്തിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു നിലപാടും കേരളത്തിന്റെ ഭാഗത്തുണ്ടാക്കി. പ്രതികൂല സാഹചര്യത്തിലും പുഴയിലിറങ്ങാൻ ഒരാൾ തയ്യാറായതിൽ ആശ്വാസമെന്ന് അർജുന്റെ ബന്ധു ജിതിൻ. പ്രതീക്ഷയ്ക്കുള്ള ഒരു വക തന്നെ ഇവിടെ ഉണ്ട്. ഇന്ന് അവരിറങ്ങിയ മുതൽ തന്നെ ഞാൻ ഈ സ്പോട്ടിൽ തന്നെ ഉണ്ട്, എല്ലാം വീക്ഷിക്കുന്നുണ്ട്. നമുക്ക് സാഹചര്യം അനുകൂലമാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. സ്പോട്ട് 4-ൽ തന്നെയാണ് ലോറി ഉണ്ടാകാൻ ഏറ്റവും സാധ്യതയെന്ന് ഡ്രോൺ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ റിട്ടയർഡ് മേജർ M ഇന്ദ്രബാലൻ. ലോറിക്ക് ഭാഗികമായി തകരാർ സംഭവിച്ചിട്ടുണ്ടാകാം. ചെളിയിൽ പൂഴുന്ന നിലയിലാണ്. ലോറിയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതിശക്തമായ അടിയൊഴുക്കുള്ളപ്പോൾ പുഴയിൽ തിരച്ചിൽ തുടരുന്നത് സുരക്ഷിതമല്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഈ സാഹചര്യത്തിൽ ഡ്രഡ്ജിംഗ് സാധ്യതയും ദൌത്യസംഘം തേടുന്നുണ്ട്. ഫ്ലോട്ടിംഗ് പോൺടൂൺ എത്തിക്കാൻ ഇന്നലെ തീരുമാനിച്ചിരുന്നുവെങ്കിലും നടപ്പായില്ല. ടീം 24 ഷിരൂർ. സാധ്യമായതെല്ലാം അവിടെ ചെയ്യുന്നുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. പക്ഷേ എന്നിട്ടും 12ാം ദിവസവും യാതൊരു സൂചനയും ലഭിക്കുന്നില്ല എന്നുള്ളത് ഏറെ നിരാശാജനകമാണ്. തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ഈശ്വർ മാൽപയുടെ സംഘം
വന്നു. അതിസാഹസികമായിട്ടാണ് ആ രക്ഷാപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ആ തെരച്ചിലിൽ അദ്ദേഹം ഇറങ്ങിയത്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു വേള ആദ്യം അപകടത്തിൽപ്പെടുന്നു, പിന്നീട് നാവികസേന രക്ഷപ്പെടുന്നു, എല്ലാം നമ്മൾ കണ്ടു. ആ റിപ്പോർട്ടിൽ അത് വ്യക്തമായി പറയുകയും ചെയ്തു. പക്ഷേ ഇതിൽ രണ്ടഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല എന്ന് പറയുന്നു. പക്ഷേ അതേസമയം അത് ജീവൻ പണയം വെച്ച് ഇത്തരത്തിലൊരു കാര്യം ചെയ്യേണ്ടതുണ്ടോ എന്ന ചോദ്യം കൂടി ഒരേ സമയത്ത് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ നമുക്കടുത്ത റിപ്പോർട്ടിലേക്ക് പോവാം. ഗംഗാവലി പുഴയിൽ ഈശ്വർ മാൽപ്പയെ പോലുള്ളവർ ജീവൻ പണയം വെച്ച് തെരച്ചിൽ നടത്തുന്നതിനോട് യോജിപ്പില്ലെന്ന് ഷിരൂരിൽ സാങ്കേതിക പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ പറഞ്ഞു. ലോഹസാന്നിധ്യത്തിന്റെ ശക്തമായ സിഗ്നൽ ലോറിയാണെന്നത് അനുമാനം മാത്രമാണ്. ഈ സാഹചര്യത്തിൽ സാങ്കേതിക വിദ്യയെ തന്നെയാണ് ആശ്രയിക്കേണ്ടതെന്നും എം ഇന്ദ്രബാലൻ 24 എൻകൗണ്ടർ പ്രൈമിൽ വ്യക്തമാക്കി. കർണാടക ഷിരൂരിൽ ഇന്ന് എല്ലാ കണ്ണുകളും കോൺടാക്ട് പോയിന്റ് 4-ലായിരുന്നു. കരയിൽ നിന്ന് 132 മീറ്റർ അകലെയുള്ള ഈ പോയിന്റിലാണ് അർജുന്റെ ലോറിയുള്ളതായി കരുതുന്നത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള ഐബോർഡ് പരിശോധനയിൽ ഏറ്റവും ശക്തമായ സിഗ്നൽ ലഭിച്ചത് CP4-ലാണ്. മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ കൂടി അവലോകനം ചെയ്തുകൊണ്ടാണ് ലോറി ഇവിടെ തന്നെ ഉണ്ടാകാമെന്ന നിഗമനത്തിലേക്ക് വിദഗ്ധ സംഘം എത്തിയത്. നേരിട്ട് ഉറപ്പിക്കുന്നതുവരെ എല്ലാം അനുമാനം മാത്രമെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ. ഒരു ഗൈഡ് റോപ്പുമായിട്ട് ആ മാഗ്നറ്റ് റോപ്പിനെ ഉപയോഗിച്ചിട്ട് അതിനൊരു കൈ കൊണ്ട് പിടിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ നമ്മുടെ എവിടെയെങ്കിലും ബോഡി പാർട്ടിൽ ടച്ച് ചെയ്തിട്ട് സ്വിമ്മിങ് ചെയ്ത് പോവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ആ ബോഡിയോട്ട് പോവാണ്. അല്ലെങ്കിൽ വെള്ളത്തിന് താഴെ പോയി കഴിഞ്ഞാൽ യു ആർ ജസ്റ്റ് ഫ്ലോയിങ് വിത്ത് ദ വാട്ടർ, എങ്ങോട്ട് പോകണമെന്ന് തന്നെ അറിയില്ല. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഈശ്വർ മാൽപ്പയുടെ സംഘത്തെ എത്തിച്ച് തിരച്ചിൽ നടത്തിയതിനോട് എം ഇന്ദ്രബാലൻ വിയോജിച്ചു. അടിയൊഴുക്ക് കുറഞ്ഞ ശേഷം ലക്ഷ്യം കൃത്യമായി ഉറപ്പിച്ചു വേണം ഡൈവിംഗ് നടത്താനെന്നാണ് അഭിപ്രായം. All I'm advising is what is the safest option to do. പക്ഷേ ഏത് ഓപ്ഷൻ എടുക്കേണ്ടത് ആ ഡൈലമ അവിടുത്തെ സിവിൽ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ മൈൻഡിലാണ്. അൾട്ടിമേറ്റ്ലി അവരുടെ കയ്യിലാണ് ഫുൾ റെസ്പോൺസിബിലിറ്റി. സോ അവർക്ക് ഏതാണ് എടുക്കാണ് ബെസ്റ്റ് മീറ്റിംഗ് വാട്ട് ഈസ് കേരളാസ് ഡിസയർ. കേരളയുടെ ഡിസയർ മീറ്റ് ചെയ്തിട്ട് ഏത് ബെസ്റ്റ് ഓപ്ഷൻ എടുക്കണം അതാണ് ഐ എം ജസ്റ്റ് ഗിവിങ് ആൻ അഡ്വൈസ്. അത് എടുക്കേണ്ട ചുമതല അവരുടെയാണ്. ഐ വിൽ നോട്ട് കമൻറ്റ് ഓൺ വാട്ട് ദേ ഷുഡ് ഡു ഓർ ഷുഡ് നോട്ട് ഡു. ശക്തമായ കാന്തം ഉപയോഗിച്ചുള്ള തിരച്ചിലിന് സാധ്യത തേടണമെന്ന് എം ഇന്ദ്രബാലൻ പറഞ്ഞു. അതേസമയം CP4-ൽ ലോറിയുണ്ടെന്ന് ഉറപ്പിക്കുകയാണ് കാർവാർ MLA സതീഷ് കൃഷ്ണസേൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈശ്വർ മാൽപ്പയെ എത്തിച്ച് തിരച്ചിൽ നടത്തിയത്. ന്യൂസ് ഡെസ്ക് 24. യെസ്, അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നു. എന്തായാലും എന്താണ് ഇനിയിപ്പോൾ നാളെ നടക്കാൻ പോവുക എന്ന കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട്. അവിടെ അരുൺ പാറയ്ക്കൽ തയ്യാറായി നിൽക്കുന്നുണ്ട്. അരുൺ, ഇന്നിപ്പോൾ നടത്തിയ തെരച്ചിലിലും അത് എന്താണ് കൃത്യമായത്, ലോറിയാണോ അല്ലെങ്കിൽ അതൊരു ക്യാബിനാണോ എന്നൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. വലിയ ശക്തമായ അടിയൊഴുക്കുണ്ട്. അപ്പോൾ ഏതാണ്ട് മണിക്കൂറിൽ 13 കിലോമീറ്റർ വേഗത്തിൽ ഒഴുകുകയാണ് നദി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ 6 knots എന്നൊക്കെ പറയുന്ന വേഗം അത് അത്രമാത്രമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് നാളത്തെ ദൗത്യം, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? പ്രജിൻ, ഇന്നിപ്പോൾ 7 തവണ ഈ ഡൈവിംഗ് പൂർത്തിയാക്കി. പക്ഷേ വലിയ പാറക്കല്ലുകളും മണ്ണുമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷ നൽകുന്ന, ആശ്വാസം നൽകുന്ന മറ്റൊരു കാര്യങ്ങളും ഈ നദിയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ നദിയുടെ അടിയൊഴുക്ക് രൂക്ഷമാണ്. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 13 കിലോമീറ്ററോളം സ്പീഡിൽ, മണിക്കൂറിൽ 13 കിലോമീറ്ററോളം സ്പീഡിലാണ് ഈ നദി അടിയൊഴുക്ക്. അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്നത് വലിയൊരു പ്രധാന പ്രതിസന്ധിയായി നിലനിൽക്കുന്നു. പക്ഷേ ഈ ദൗത്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഈശ്വർ മാൽപ്പ വ്യക്തമാക്കി. ഫ്ലോട്ടിംഗ് പോയിന്റോൺ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫ്ലോട്ടിംഗ് പോയിന്റോണൊക്കെ എത്തിക്കേണ്ടതുണ്ട്. കാൽവാറിൽ നിന്ന് എത്തിയേക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അവിടെ സാങ്കേതിക തടസ്സമുണ്ടെന്ന് ഈ ജില്ലാ ഭരണകൂടമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. രാജസ്ഥാനിൽ നിന്ന് എത്തിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. ടഗ് ബോട്ടുകൾ എത്തിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. പുഴയിൽ നിലയുറപ്പിക്കാൻ കഴിയുന്ന ഇത്തരം ബോട്ടുകളുടെ സഹായത്തോടു കൂടി ഈ പരിശോധന, അതായത് നദിക്കടിയിലേക്ക് ഇറങ്ങാനും അതുപോലെ തന്നെ നദിക്ക് മുകളിൽ നിന്ന് ഇതിനടിയിലുള്ള കാര്യങ്ങൾ നോക്കാനുമുള്ള പരിശോധന നടത്താൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ഈ പുറത്തുവരുന്ന വിവരം. നാളെ ഈ ടഗ് ബോട്ടുകൾ എത്തിക്കാനുള്ള നീക്കം നടത്തുന്ന MLA പറഞ്ഞിട്ടുണ്ട്. സാങ്കേതിക കാരണങ്ങളും അതിന് സംവിധാനങ്ങൾ ഇല്ലാത്തതും പ്രധാന കാരണമായി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ തെരച്ചിൽ നാളെയും തുടരും. നദിക്ക് അടിയിലേക്ക് ഇറങ്ങിയുള്ള തെരച്ചിൽ നാളെയും തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയാണ് പ്രധാനമായ പ്രശ്നം. ശക്തമായ മഴയും ശക്തമായ കാറ്റും അതുപോലെ തന്നെ ഈ നദിയിലെ അടിയൊഴുക്കും. ഇന്ന് തന്നെ 2 തവണയാണ് ഈ വടം, അതായത് ഈശ്വർ മാൽപ്പയെ കെട്ടിയിരുന്ന, അദ്ദേഹം നദിക്കടിയിലേക്ക് പോയപ്പോൾ ബന്ധിപ്പിച്ചിരുന്ന വടം 2 തവണയാണ് ഈ അടിയൊഴുക്ക് മൂലം പൊട്ടിയത്. അതിനുള്ള തടസ്സങ്ങളൊക്കെ വലിയ രീതിയിൽ മുന്നിൽ നിൽക്കുന്നത്. എന്നാലും ഈ തടസ്സങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈ തെരച്ചിലുമായി മുന്നോട്ട് പോകാനാണ് ഈ സംഘത്തിന്റെ തീരുമാനം. ഇന്നിപ്പോൾ 6 ബോട്ടുകളിലായിരുന്നു ഈ സംഘം
തെരച്ചിലിനിറങ്ങിയത്. ഈ മൺകൂനയിൽ, ഈ നദിക്ക് നടുവിലെ ഒരു മൺകൂനയിൽ നിലയുറപ്പിച്ചുകൊണ്ടായിരുന്നു ഈ ദൗത്യം ഇന്ന് നടത്തിയത്. നാളെ പ്രതികൂല കാലാവസ്ഥയെ എങ്ങനെ തരണം ചെയ്യുമെന്നത് പ്രധാന പ്രശ്നമാണ്. ഇന്ന് കുറച്ച് സമയം മഴ മാറി നിന്നിരുന്നു, പക്ഷെ നാളെ ശക്തമായ മഴയുണ്ടാകുമെന്നും പറയുന്നുണ്ട്. എന്തായാലും നാളെ രാവിലെ 8 മണിയോടുകൂടി ഈ തെരച്ചിൽ പുനരാരംഭിക്കും. നദിയിലേക്ക് ഇറങ്ങിയുള്ള തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം ആധുനിക ഉപകരണങ്ങളും എത്തിക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. പ്രവീണ. യെസ്, അപ്പോൾ അരുൺ പാറയ്ക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്. നാളെയും തെരച്ചിലിന് തയ്യാറാണെന്ന് ഈശ്വർ മാൽപ്പെ പറയുന്നുണ്ട്. അതേസമയം മറ്റു കൂടുതൽ ഉപകരണങ്ങൾ കൊണ്ടുവരുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെയെല്ലാം ഒരു പ്രശ്നമായിട്ടുള്ളത് ഇതിൽ ആരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്ന കാര്യത്തിലാണ്. കർണാടക സർക്കാർ അവിടെ MLA നിയോഗിച്ചിട്ടുണ്ട്. ആ MLA ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. പക്ഷേ അങ്ങനെ മാത്രം മതിയോ? ഇതിപ്പോൾ ഒരു വലിയ ദുരന്തമാണെന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സംസ്ഥാന സർക്കാർ നേരിട്ടോ അല്ലെങ്കിൽ അത് കഴിയുന്നില്ല എങ്കിൽ കേന്ദ്രത്തെയോ അറിയിച്ചുകൊണ്ടുള്ളൊരു ദുരന്ത നിവാരണ ടീമിനെ അയച്ചുകൊണ്ടുള്ളൊരു ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഒരു തിരച്ചിലല്ലേ നടത്തേണ്ടതെന്ന അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അതേസമയം ജീവൻ പണയം വെച്ചും ആരാണ് ഈ തിരച്ചിൽ നടത്താനായി ഇറങ്ങിയ ആൾ ഈശ്വർ ആരാണ്, അതെ ഈശ്വർ മാൽപ്പെ ആരാണ് എന്നുള്ള ഒരു ചോദ്യം ഉയർന്നുണ്ട്. മത്സ്യബന്ധന ബോട്ടുകൾക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന ഈ 48-കാരൻ കർണാടകയിലെ ദുരന്തമുഖങ്ങളിലെല്ലാം രക്ഷാദൗത്യത്തിനെത്താറുണ്ട്. മാൽപ്പയുടെ കഥയറിയാം. ഈശ്വർ മാൽപ്പെ 48 വയസ്സ്. ഗംഗാവലി നദിയിലെ കുത്തൊഴുക്കിനെ അവഗണിച്ച് തെരച്ചിലിനെത്തിയ വ്യക്തിയെ പേര് പോലെ തന്നെ ഈശ്വര തുല്യനായി തന്നെയാണ് കർണാടകത്തിലുള്ളവർ കാലങ്ങളായി കണക്കാക്കുന്നത്. സ്വന്തം ജീവൻ തൃണവൽക്കരിച്ച് പുഴയിലും കടലിലുമൊക്കെ മുങ്ങിത്താഴുകയായിരുന്ന 20-ലധികം പേരെയാണ് ഈശ്വർ മാൽപ്പെ രക്ഷിച്ചിട്ടുള്ളത്. 200-ലധികം പേരുടെ മൃതദേഹങ്ങൾ കരക്കെത്തിച്ചിട്ടുമുണ്ട്. മത്സ്യബന്ധന ബോട്ടുകൾക്ക് കുടിവെള്ളമെത്തിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഈശ്വർ മാൽപ്പെ ബീച്ചിനടുത്ത് തന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും 3 കുട്ടികൾക്കുമൊപ്പമാണ് കഴിയുന്നത്. ഈശ്വറിന്റെ 3 കുട്ടികളും അംഗപരിമിതരാണ്. കൂട്ടത്തിൽ കുറച്ചെങ്കിലും മെച്ചപ്പെട്ട സ്ഥിതിയിലുള്ള 7 വയസ്സുകാരിയായ ബ്രഹ്മിക്ക് നടക്കാനെങ്കിലുമാകാൻ ഈശ്വരന്റെ അനുഗ്രഹമുണ്ടാകാനാണ് ഈശ്വർ മാൽപ്പെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത്. നിസ്വാർത്ഥമായ ഈശ്വരന്റെ പ്രവർത്തനങ്ങൾക്ക് ഭാര്യയുടെ പൂർണ്ണ പിന്തുണയാണുള്ളത്. തന്റെ ജോലിയുടെ കൃത്യതയും സാങ്കേതികത്വങ്ങളും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഈശ്വർ മാൽപ്പെ സ്കൂബ ഡൈവിംഗിൽ പ്രത്യേക പരിശീലനം നേടിയിട്ടുണ്ട്. വെള്ളത്തിൽ ചാടി ആത്മഹത്യക്കൊരുങ്ങിയ നിരവധി പേരെ മാൽപ്പെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. കാർവാറിലും പരിസരങ്ങളിലും ആരെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ പോലീസ് ആദ്യം വിളിക്കുന്നത് ഈശ്വരനെയാണ്. വെള്ളത്തിനടിയിൽ 3 മിനിറ്റ് സമയത്തോളം ഈശ്വരന് ശ്വാസം പിടിച്ചു നിൽക്കാനാകും. ഓക്സിജൻ കിറ്റ് കൂടാതെ തന്നെ പല മൃതദേഹങ്ങളും ഈശ്വർ മാൽപ്പെ കരക്കെത്തിച്ചിട്ടുമുണ്ട്. പല സന്നദ്ധ സംഘടനകളും മാൽപ്പയുടെ പ്രവർത്തനങ്ങൾക്കായി ഓക്സിജൻ കിറ്റുകളടക്കം ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. റിസർച്ച് ഡെസ്ക് 24. അപ്പോൾ ഈശ്വർ മാൽപ്പെ ചില്ലറക്കാരനല്ല. പക്ഷേ ഇതുപോലുള്ള ശക്തമായ ഒഴുക്കുള്ള നദിയിൽ അങ്ങനെ ഇറങ്ങിപ്പോയി ആഴങ്ങളിലേക്ക് ചെന്ന് തെരച്ചിൽ നടത്തുന്നത് അതീവ ദുഷ്കരമാണ്. വലിയ അപകടകരമായ കാര്യമാണ്. അതാണ് അധികൃതർ പറയുന്നതും. മാത്രമല്ല നദി കലങ്ങി മറിഞ്ഞാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ വിചാരിച്ച രീതിയിലുള്ള പ്രവർത്തനം നടത്താനാകുമെന്നും കരുതുന്നില്ല. പക്ഷേ ആൾ ഭയങ്കര ഡിറ്റർമിൻഡ് ആണ്. നാളെ എന്തായാലും ഈ ഉദ്യമത്തിൽ തന്നെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം കർണാടക ഷിരൂരിൽ മണ്ണിടിഞ്ഞ് അപകടമുണ്ടായതിന് സമാനമായ സാഹചര്യം കേരളത്തിലുമുണ്ടെന്ന ആക്ഷേപമുയരുകയാണ്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന രാമനാട്ടുകര, വെങ്ങളം റീച്ച്, വെങ്ങളം അഴിയൂർ റീച്ച് എന്നിവിടങ്ങളിലെ അപകട സാധ്യതയാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. യാത്രക്കാർക്കൊപ്പം നിരവധി കുടുംബങ്ങളും അതോടെ ഇവിടെ ആശങ്കയിലാണ്. ഷിരൂരിലെ അപകടത്തിന് കാരണം ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയാണെന്നാണ് വിലയിരുത്തുന്നത്. ഭൂമിയുടെ ഘടന മനസ്സിലാക്കാതെ ചെങ്കുത്തായി മണ്ണെടുത്തു മാറ്റിയത് അപകടം വിളിച്ചുവരുത്തി എന്നാണ് വിമർശനം. സമാനമായ അപകട സാധ്യത കേരളത്തിൽ നിരവധിയുണ്ട്. രാമനാട്ടുകര കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റൂട്ടിലെ നിസരി ജംഗ്ഷനിലെ കാഴ്ചയാണിത്. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി മണ്ണെടുത്തതോടെ കുന്നിൻപുറങ്ങളിലും മലഞ്ചെരുവുകളിലും ഒറ്റപ്പെട്ടുപോയ നിരവധി കുടുംബങ്ങളുണ്ട്. വീടുകളിലേക്കുള്ള വഴി അടഞ്ഞു എന്നതിനൊപ്പം മഴ കനക്കുന്നത് അവരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടാകാം എന്നതാണ് ഇവരുടെ ഭീതി വർദ്ധിപ്പിക്കുന്നത്. കൊക്കയോട് ചേർന്ന് വസിക്കുന്നവരല്ലെങ്കിലും അവരെക്കാൾ ഭീതിയിലാണിവർ. ഞങ്ങൾക്ക് പേടിയുണ്ട്. എന്താ വെച്ചാൽ ഈ താഴെ ഇവിടെ മണ്ണിടിച്ചതല്ലേ,
അപ്പം പിന്നെ ഇത് കഴിഞ്ഞ മഴയ്ക്കൊക്കെ ഇവിടെ നല്ല ഇടിച്ച ഇവരെ ഈ അത മൊത്തം ഇടിഞ്ഞ് ഈ റോഡിൻ്റെ മേലേക്ക് വീണതാണ്. അപ്പോൾ ഭയങ്കര പേടി തന്നെയാണ് ഇവിടെ നിൽക്കണ ഞങ്ങൾക്ക് എല്ലാവർക്കും. ഈ കുന്നിൻ്റെ മുകളിലുള്ള എല്ലാവർക്കും ഒരു ഇതിനാണ്. അപ്പുറമൊക്കെ മണ്ണെടുത്തതാണ്. കർണാടകത്തിൽ ആ ചെരുവരിലത്തെ മാതിരി പോരുകയാണെങ്കിൽ വെള്ളം ഇറങ്ങിയിട്ട് പോരുകയാണെങ്കിൽ ഒന്നായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോരും. അവിടെ കയറിയാലറിയാം, ആ ഭാഗത്ത് നോക്കിയാൽ വലിയ വലിയ പാറകളാണ്. കിടങ്ങുപോലെ ദേശീയപാത, കുന്നിൻ മുകളിലെ വീടുകൾ താഴേക്ക് പതിക്കുമെന്ന ആശങ്ക. കുന്നിന് മേലിൽ വെള്ളം നന്നാക്കി കുത്തിയൊലിച്ച് വരുന്ന സ്ഥലമാണ്. അതിലൊരു സുരക്ഷിതമായിട്ടൊരു ഇതൊന്നും കെട്ടിയിട്ടും കാര്യമൊന്നുമില്ല. അപ്പം പേടിച്ചും കൊണ്ട് കിടന്നിറങ്ങലൊക്കെ. ഇവിടെ കുറേ സുഖമില്ലാത്തവരും പ്രായമുള്ളവരൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഓടി കഴിച്ചില്ലാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു ഏരിയ ആണ്. ഒന്നും കഴിഞ്ഞ മഴയ്ക്ക് ഇവിടെ താഴെ ലേശം പൊട്ടിയും ചെയ്തു. മണ്ണിടിഞ്ഞു വീഴുന്നത് പോലെ കെട്ടിടങ്ങളും നിലം പതിക്കാം. ദേശീയപാതയ്ക്കായി ഒഴിപ്പിച്ച പല കെട്ടിടങ്ങളും ഇതുപോലെ ജീർണിച്ച അവസ്ഥയിലാണ്. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങളും ആയിരക്കണക്കിന് യാത്രക്കാരും ആയിരക്കണക്കിന് മറ്റുമല്ല ഭാരം കയറിയ വാഹനങ്ങൾ പോകുന്ന വഴിയാണിത്. 6 വരി പാതയ്ക്ക് വേണ്ടി മണ്ണെടുത്തപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ പകുതി ഭാഗം മുറിച്ചു മാറ്റുകയും ബാക്കിയുള്ള ഭാഗമാണ് ഇന്നിവിടെ കാണുന്നത്. ഇത് കാറ്റിലും മഴയിലും അടർന്നു വീണ് ജനങ്ങൾക്കും വാഹനങ്ങൾക്കും മറ്റും ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നതാണ്. വെങ്ങളം അഴിയൂർ റീച്ചിലെ കാഴ്ചയും മറിച്ചല്ല. കൊയിലാണ്ടി കൊല്ലം കുന്നിയോറ മലയിൽ മണ്ണിടിച്ചിൽ വ്യാപകമാണ്. വടകര മുക്കാളി ഭാഗത്ത് സോയിൽ നെയിലിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെയ്ത ഭിത്തികളും തകർന്നു വീണിട്ടുണ്ട്. കൊയിലാണ്ടി കോമത്തുകര ഭാഗങ്ങളിലും നന്ദി ശ്രീശൈലം കുന്ന് എന്നിവിടങ്ങളിലും വ്യാപകമായ രീതിയിൽ മണ്ണെടുത്തതിനാൽ വീടുകൾ അപകടാവസ്ഥയിലാണ്. കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ ഈ കുടുംബങ്ങളുടെ നെഞ്ചിടിപ്പേറുകയാണ്. ഒപ്പം ഇതിലൂടെ കടന്നുപോകുന്ന യാത്രക്കാരുടെയും. ചെങ്കുത്തായ ചിലയിടങ്ങളിൽ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ മോശം കാലാവസ്ഥയിൽ ഇത്തരം ഭിത്തികളും നിലം പതിക്കുകയാണ്. ഇതും അപകടം വർദ്ധിപ്പിക്കുന്നു. കോഴിക്കോട് നിന്ന് മുനീഫ് തിരൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. അപ്പോൾ ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ മെഡൽ പ്രതീക്ഷയുമായി മനു ഭാക്കർ ഫൈനലിൽ എത്തുന്നുണ്ട്. എന്നാൽ പുരുഷ താരങ്ങളും മിക്സഡ് ടീമുകളും നിരാശപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് കൂടി കാണാം. ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്ന് ഇന്ത്യക്ക് പ്രതീക്ഷയോടെ വെടിയൊച്ച. 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയെന്ന ചരിത്രത്തിലേക്കാണ് മനു ഭാക്കർ നിറയൊഴിച്ചത്. ഇനി ഇന്ത്യയുടെ കാത്തിരിപ്പ് ഒളിമ്പിക് ഷൂട്ടിംഗിലെ ഇന്ത്യയുടെ ആദ്യ വനിതാ മെഡൽ ജേതാവിനായി. യോഗ്യതാ റൗണ്ടിൽ 580 പോയിന്റോടെ 3-ാം സ്ഥാനത്താണ് മനു ഫിനിഷ് ചെയ്തത്. 1ഉം 2ഉം സ്ഥാനക്കാർ നേടിയത് 582 പോയിന്റ്. നാളെ ഇന്ത്യൻ സമയം 3:30-നാണ് ഫൈനലിന് തുടക്കമാവുക. അതേസമയം 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡ് വിഭാഗത്തിൽ ഇന്ത്യയുടെ 2 സംഘങ്ങൾക്കും ഫൈനലിന് യോഗ്യത നേടാനായില്ല. രമിത അർജുൻ സഖ്യം 6ാമത് ഫിനിഷ് ചെയ്തപ്പോൾ ഇളവേനിൽ സന്ദീപ് സിംഗ് ജോഡി എത്തിയത് 12ാം സ്ഥാനത്ത്. 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ മത്സരിച്ച സർബ്ജോത് സിംഗിനും അർജുൻ ചീമയ്ക്കും ഫൈനലിൽ ഇടം പിടിക്കാനായില്ല. റോവിംഗിൽ ബൽരാജ് പൻവാറിന് നേരിട്ട ക്വാർട്ടറിനും യോഗ്യത നേടാനായില്ല. ഹീറ്റ്സിൽ 4ാം സ്ഥാനത്തായ ബൽരാജ നാളെ റപ്പഷെ റൗണ്ടിൽ മത്സരിക്കും. ബാഡ്മിന്റണിൽ ലക്ഷ്യ സെന്നും ഡബിൾസിൽ സാത്വിക് ചിരാഗ് സഖ്യവും ജയത്തോടെ തുടങ്ങി. സ്പോർട്സ് ഡെസ്ക് 24. അപ്പോൾ നാളെ എന്താണ് ഇന്ത്യയുടെ മത്സരങ്ങൾ, എന്തൊക്കെ പ്രതീക്ഷകളുണ്ട് എന്നുകൂടി നമുക്ക് നോക്കാം. അനിൽ വാസു തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി. ചരിത്രത്തിലേക്ക് ഉന്നം പിടിച്ച ഇന്ത്യ ഇറങ്ങുന്നു. ഒളിമ്പിക് ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാകാൻ മനു ഭാക്കർ. അമ്പെയ്ത്തിലെ ചരിത്ര മെഡലിനായി വനിതാ ടീമും. 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ മനു ഭാക്കറിന്റെ ഫൈനൽ ഉച്ചതിരിഞ്ഞ് 3:30-നാണ്. യോഗ്യതാ റൗണ്ടിൽ 3ാം സ്ഥാനത്തെത്തിയ മിന്നും പ്രകടനം ആവർത്തിച്ചാൽ ഒളിമ്പിക്സ് ഷൂട്ടിംഗ് ചരിത്രത്തിലെ ഇന്ത്യയുടെ 5ാം മെഡൽ പിറക്കും. അമ്പെയ്ത്ത് വനിതാ വിഭാഗത്തിൽ ഇന്ത്യൻ ടീമിന്റെ ക്വാർട്ടർ പോരാട്ടം വൈകിട്ട് 5:45-നാണ്. സെമിയും ഫൈനലും പിന്നാലെ നടക്കും. ബാഡ്മിന്റൺ കോർട്ടിലേക്ക് പോയാൽ ഒളിമ്പിക്സിൽ ഹാട്രിക് മെഡൽ നേട്ടം ലക്ഷ്യമിട്ടെത്തുന്ന PV സിന്ധുവിന്റെ ആദ്യ മത്സരം ഉച്ചയ്ക്ക് 12:50-ന് തുടങ്ങും. മലയാളി താരം HS പ്രണോയുടെ മത്സരം രാത്രി 8-നാണ്. ബോക്സിംഗിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായ നിഖാത് സരീന്റെ റൗണ്ട് 32-ലെ മത്സരം വൈകിട്ട് 3:50-ന് നടക്കും. നിഷാന്ത് ദേവിന്റെ മത്സരം ഉച്ചയ്ക്ക് 2:46-നുമുണ്ട്. ടേബിൾ ടെന്നീസിൽ മണിക ബത്രയും അജന്ത ശരത് കമാലും ശ്രീജ അകുലയും ആദ്യ റൗണ്ട് പോരാട്ടത്തിനിറങ്ങും. നീന്തലിൽ പുരുഷ വിഭാഗം
100 മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ ശ്രീഹരി നടരാജന്റെ മത്സരം 3:15-നും വനിതകളുടെ 200 മീറ്ററിൽ മലയാളി വേരുകളുള്ള ദിനിതി ദേസിംഗുവിന്റെ മത്സരം 3:30-നുമാണ്. റോവിംഗ് സ്കൾ റപ്പഷെ റൗണ്ടിൽ ബൽരാജ് പൻവാറിന്റെ മത്സരത്തിന് ഉച്ചയ്ക്ക് 1:06-നാണ് തുടക്കമാവുക. അപ്പോൾ അതാണ്, വലിയ പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ടീം ഇറങ്ങുന്നത്. 117 താരങ്ങളാണ് ഇന്ത്യക്കുള്ളത്. അപ്പം നമ്മൾ ഇത്തവണ കൂടുതൽ മെഡലുകൾ നേടും, കൂടുതൽ സ്വർണ്ണ മെഡലുകൾ നേടാനാകുമെന്നും നമ്മളും പ്രതീക്ഷിക്കുകയാണ്. യെസ്. ഇനി ഇന്ന് രാത്രിയോട് വന്ന ഒരു അപകട വാർത്തയിലേക്കാണ്. കോട്ടയം തലകൊല്ലപ്പറമ്പിലാണ് ആ അപകടം ഉണ്ടായത്. വെട്ടിക്കാട്ടുമുക്ക് എന്ന സ്ഥലത്താണ് സ്വകാര്യ ബസ് തലകീഴായി മറിഞ്ഞത്. 50 യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. 3 പേരുടെ നില ഗുരുതരമാണ്. എറണാകുളം പാലാ റൂട്ടിലൂടുന്ന ആവെ മരിയ ബസ്സാണ് മറിഞ്ഞത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ടോബി, ഈ അപകടവുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു എന്നൊക്കെ. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? ഒപ്പം തന്നെ ഈ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില നിലവിൽ എങ്ങനെയാണ്? പ്രജിൻ, പ്രവിധ 7:30യോടുകൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 50ഓളം ആളുകൾ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു. എറണാകുളത്ത് നിന്നും പാലാ വഴി ഈരാറ്റുപേട്ടയിലേക്ക് പോകുന്ന ബസ്സായിരുന്നു ഇത്. വൈകുന്നേരം 7 മണിയായപ്പോൾ ഈ വെട്ടിക്കാട്ടുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ നിയന്ത്രണം നഷ്ടമായി ബസ് തലകീഴായി മറിയുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ യാത്രക്കാരടക്കമുള്ളവരോട് നമ്മൾ സംസാരിച്ചിരുന്നു. അവരുടെ പ്രതികരണങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് വാഹനം അമിത വേഗത്തിലായിരുന്നു എന്നുള്ള കാര്യം ചില യാത്രക്കാർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ആ പ്രദേശത്ത് നിന്നും ചില നാട്ടുകാരിൽ നിന്നൊക്കെ ലഭിച്ച വിവരം ഈ ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു വ്യക്തത എന്തായാലും ഇപ്പോൾ വന്നിട്ടില്ല. ദൃക്സാക്ഷികളും അതുപോലെ തന്നെ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവരും പറയുന്നത് ബസ്സിന് വേഗത ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. 3 പേർക്കാണ് നിലവിൽ അല്പം ഗുരുതരാവസ്ഥയിലേക്ക് പോയിട്ടുള്ളത്. അവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെയൊക്കെ ചികിത്സയ്ക്ക് ശേഷം അവരെല്ലാം ഇന്ന് തന്നെ വീട്ടിലേക്ക് വിടുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. 30 പേർക്ക് പരിക്കേറ്റ ബസ് അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ടോബി ജോൺസൺ ആണ് വിശദാംശങ്ങൾ കോട്ടയത്ത് നിന്നും. മറ്റൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് അല്ലേ? ഡൽഹിയിൽ നിന്നാണ്. സിവിൽ സർവീസ് കോച്ചിങ് സെന്ററിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി ഒരു വിദ്യാർത്ഥി മുങ്ങി മരിച്ചു എന്നാണ് വാർത്ത. 2 വിദ്യാർത്ഥികളെ കാണാതായിട്ടുണ്ട്. സ്ഥലത്ത് തെരച്ചിൽ തുടരുകയാണ്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഇന്ന് വൈകിട്ടോടുകൂടി രാത്രി 7 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഡൽഹി ഓൾഡ് രാജേന്ദ്ര നഗറിലെ ഒരു സിവിൽ സർവീസ് കോച്ചിങ് സെന്ററിലാണ് ഈ അപകടം സംഭവിച്ചത്. അതായത് വൈകിട്ട് ഈ ഡൽഹിയിലാകെ കനത്ത മഴ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഈ കോച്ചിങ് സെന്ററിന്റെ ബേസ്മെന്റിലേക്ക് വെള്ളം കയറി നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടേക്ക് ഇറങ്ങിയ ഈ 3 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത്. അതിൽ ഒരു വിദ്യാർത്ഥി മുങ്ങി മരിച്ചതായി സ്ഥിരീകരിക്കുന്നുണ്ട്. ആ മരിച്ച വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട്. നിലവിൽ അഗ്നിരക്ഷാ സേനയും NDRF സംഘവും സംയുക്തമായി ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അഗ്നിരക്ഷാ സേനയുടെ 7 യൂണിറ്റുകൾ സംഭവ സ്ഥലത്ത് തുടരുന്നുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മജിസ്ട്രേറ്റിന് ഇപ്പോൾ മന്ത്രി അതിഷി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ബിജെപിയുടെ MPയും അതുപോലെ തന്നെ MCD മേയറും ഈ സംഭവ സ്ഥലം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ഏറെ ദുസ്സഹമെന്നാൽ ഇതിനകത്തേക്ക് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ പ്രയാസം നേരിടുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. എന്തായാലും രക്ഷാപ്രവർത്തനം NDRF സംഘത്തിന്റെയും പോലീസിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. 2 വിദ്യാർത്ഥികളെ കാണാനില്ല. അവർക്കായിട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പ്രജിൻ, പ്രവിധ. ശരി, അച്യുതനാണ് ഡൽഹിയിൽ വിശദാംശങ്ങൾ നൽകിയത്. ഡൽഹിയിൽ മഴ പെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഉത്തരാഖണ്ഡ് തെഹ്രി ഗർവാൾ മേഖലയിൽ മേഘവിസ്ഫോടനമുണ്ടായി. ബാലഗംഗ, ധരഗംഗ നദികൾ കരകവിഞ്ഞൊഴുകി. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഉത്തരാഖണ്ഡ് സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗൻസാലിയിലെ മണ്ണിടിച്ചിൽ കാണാതായ 2 പേരിൽ ഒരാളുടെ മൃതദേഹവും കണ്ടെത്തി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉത്തരാഖണ്ഡിൽ ശക്തമായ മഴ തുടരുകയാണ്. ഇതിനിടയിലാണ് തെഹ്രി ഗർവാൾ മേഖലയിൽ മേഘവിസ്ഫോടനമുണ്ടായത്. ഇതോടെ ബാലഗംഗ, ധരംഗംഗ നദികൾ കരകവിഞ്ഞു. ശക്തമായ ഒഴുക്കിൽ സംരക്ഷണ ഭിത്തികൾ തകർന്നു. ഗൻസാലിയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരു വീട് തകർന്നു. വീട്ടിലുണ്ടായിരുന്ന അമ്മയും മകളും അപകടത്തിൽപ്പെട്ടു. രക്ഷാസംഘം നടത്തിയ തെരച്ചിലിൽ അമ്മ സരിതാദേവിയുടെ മൃതദേഹം കണ്ടെടുത്തു.
മകൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. വെള്ളപ്പൊക്ക സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തര രക്ഷാപ്രവർത്തനത്തിന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകി. കനത്ത മഴയിൽ ഹരിദ്വാറിലും ഋഷികേശിലും ഗംഗാനദിയിലെ ജലനിരപ്പ് അപകടനിലയിലേക്കെത്തി. ഡെറാഡൂൺ, ബാഗേശ്വർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ബദ്രീനാഥ് ഹൈവേ അടച്ചിട്ടു. വരുന്ന 5 ദിവസത്തേക്ക് ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിഗമനം. 24 ഡൽഹി. കേരളത്തിലും മഴ കുറവല്ല. സംസ്ഥാനത്ത് മഴ തുടരും. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അടുത്ത 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. നാളെ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. നാളെ 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. വടക്കൻ കേരള തീരത്തും കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലും മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, മാഹി തീരങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ കുട്ടികളിൽ പ്രത്യേകിച്ചും ഈ പനിക്കൊപ്പം ഒക്കെ വരുന്ന അപസ്മാരം, അത് മാതാപിതാക്കൾക്ക് വലിയ ടെൻഷനാണ് ഉണ്ടാക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു നല്ല ശക്തമായ പനി ഉണ്ടാകുമ്പോൾ പല കുട്ടികളിലും ആ രീതിയിൽ അപസ്മാരം ഉണ്ടാകാറുണ്ട്. അത് രോഗമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ ഒക്കെ തെറ്റിദ്ധരിക്കാറുണ്ട് അവരുടെ രക്ഷിതാക്കളെല്ലാം. അപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നൊക്കെ നോക്കാം. ഇന്ന് ഡോക്ടർ സൗമ്യ സരൻ പറഞ്ഞു തരുന്നത് കുട്ടികളിൽ പനിക്കൊപ്പം ഉണ്ടാകുന്ന അപസ്മാരത്തെക്കുറിച്ചാണ്. കാണാം ഡോക്ടർ ഇൻ. നമ്മുടെ കുഞ്ഞുങ്ങളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഫെബ്രൈൽ സീഷർ അഥവാ പനിയുടെ കൂടെ വരുന്ന അപസ്മാരം. കുറെ അച്ഛനമ്മമാർ ചോദിക്കാറുണ്ട്, ഈ പ്രശ്നം ഭാവിയിൽ ഒരു അപസ്മാര രോഗമായിട്ട് മാറുമോ എന്നുള്ളൊരു ടെൻഷൻ പല അച്ഛനമ്മമാർക്കും കാണാറുണ്ട്. നോക്കൂ, 2 തരത്തിലുള്ള ഫെബ്രൈൽ സീഷറുകളുണ്ട്. അതായത് ഒന്നിനെ നമ്മൾ സിമ്പിൾ ഫെബ്രൈൽ സീഷർ എന്ന് വിളിക്കും. അതായത് സാധാരണ ഇത് കാണുന്ന ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു 1.5 വയസ്സ് മുതൽ ഒരു 6-7 വയസ്സ് വരെയാണ്. അപ്പോൾ പനി വന്ന് ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിലാണ് വരുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു തവണ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ദേഹം മുഴുവൻ, അതായത് 2 കൈയും 2 കാലും ഫുൾ ബോഡി ഇൻവോൾവ് ചെയ്തിട്ടാണ് ഫിക്സ് വരുന്നത്. അത് മാത്രമല്ല കുറച്ച് സെക്കൻഡുകൾ, അതായത് ഒരു 10-15 മിനിറ്റിൽ താഴെയാണ് അതിന്റെ ഡ്യൂറേഷൻ. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് അതിനെ സിമ്പിൾ ഫെബ്രൈൽ സീഷർ എന്ന് നമ്മൾ പറയുന്നത്. ഇത് സാധാരണ നമ്മൾ പേടിക്കേണ്ട ഒന്നല്ല. ഇത് ഒരു 6-7 വയസ്സ് കഴിഞ്ഞ് പിന്നെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഭാവിയിൽ ഇത് ഒരു അപസ്മാര രോഗമായി മാറാനുള്ള സാധ്യതയും വളരെ കുറവാണ്. എന്നാൽ വേറൊരു ടൈപ്പ് പനിയുടെ കൂടെ വരുന്ന അപസ്മാരമുണ്ട്. അതാണ് കോംപ്ലക്സ് ഫെബ്രൈൽ സീഷർ. അതെന്ന് പറഞ്ഞാൽ പനിയുടെ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വരിക, മൾട്ടിപ്പിൾ ടൈംസ് വരിക, പല തവണ വരിക, ഒരു ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം, ഇപ്പോൾ ഒരു വലത് കൈയോ അല്ലെങ്കിൽ ഇടത് കാലോ അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമായി വരിക, 10-15 മിനിറ്റിൽ കൂടുതലായിട്ട് നിൽക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കോംപ്ലക്സ് ഫെബ്രൈൽ സീഷർ എന്നാണ് പറയുക. ഇതിന് ഭാവിയിൽ ആക്ച്വലി കുറച്ചുകൂടി സാധ്യത കൂടുതലാണ്. ഇതൊരു അപസ്മാര രോഗമായി മാറാനുള്ള സാധ്യത കുറച്ചുകൂടി കൂടുതലാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ ഫാമിലിയിൽ, നിങ്ങളുടെ ബന്ധുക്കളിൽ ആളുകൾക്കൊക്കെ വളരെ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, ഒരു സീഷർ ഡിസോർഡറിന്റെ, അപസ്മാര രോഗത്തിന്റെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള കുട്ടികൾക്കും ഈ ഫെബ്രൈൽ സീഷർ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് ഭാവിയിൽ കൂടുതൽ ഒരു സീഷർ ഡിസോർഡർ ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. യെസ്, അപ്പോൾ അതാണ് ഡോക്ടർ ഇന്നിൽ നിന്ന് ഡോക്ടർ സൗമ്യ സരൻ നമുക്ക് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോകാം അല്ലേ? അത് ജമ്മു കാശ്മീരിലേക്കാണ് നമ്മൾ പോകുന്നത്. കുപ്വാരയിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ പാക് സൈന്യത്തിന്റെയും ഭീകരരുടെയും ആക്രമണമുണ്ടായി. ഒരു ജവാൻ വീരമൃത്യു വരിച്ചു. സൈന്യത്തിന് ശക്തമായ തിരിച്ചടിയിൽ പാകിസ്ഥാൻ SSG കമാൻഡോ കൊല്ലപ്പെട്ടു എന്ന സൂചനകളുമുണ്ട്. ഭീകര സാന്നിധ്യം കണ്ടെത്തിയ റിയാസിൽ സംയുക്ത സൈനിക നടപടിക്ക് നീക്കം തുടങ്ങിയിട്ടുമുണ്ട്. ഇന്ന് പുലർച്ചെയോടെ ജമ്മുകശ്മീർ കുപ്വാരയിലെ മച്ചൽ സെക്ടറിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് ഭീകര സാന്നിധ്യം സേന തിരിച്ചറിയുന്നത്. തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഏറ്റുമുട്ടലിൽ ഭീകരർക്കൊപ്പം പാകിസ്ഥാൻ സൈനികരും ചേർന്നായിരുന്നു ഇന്ത്യൻ സൈനികർക്ക് നേരെ വെടിവെപ്പ് നടത്തിയത്. പിന്നാലെ പാക് ബോർഡർ ആക്ഷൻ ടീമിന്റെ ആക്രമണം പരാജയപ്പെടുത്തിയെന്ന് സേന പ്രതികരിച്ചു. ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ ജവാൻ മോഹിത് റാത്തോർ വീരമൃത്യു വരിച്ചു. ജവാന്റെ വീരമൃത്യുവിൽ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി അനുശോചനം രേഖപ്പെടുത്തി. ഒരു മേജർ ഉൾപ്പെടെ 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സുരക്ഷാസേന വധിച്ച പാകിസ്ഥാൻ പൗരൻ പാക് SSG കമാൻഡോ എന്നാണ് വിവരം. ചില ആയുധങ്ങളും സേന കണ്ടെടുത്തിട്ടുണ്ട്. നിലവിൽ ഈ അതിർത്തി മേഖലയിൽ സൈനിക നടപടി പുരോഗമിക്കുകയാണ്. ഭീകരാക്രമണങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിക്കുന്നുവെന്ന് AIMIM അധ്യക്ഷൻ असदुद्दीन ओवैसी आरोपिച്ചു. आज भी आप देखेंगे, मैं पढ़ा आते KLOC पर हमारे एक बहादुर सिपाही को उसकी मौत हो गई. अरे ये बीजेपी वाले नाम क्यों नहीं ले रहे आजकल पाकिस्तान का? नाम लो पाकिस्तान का, पाकिस्तान से दहशतगर्द है तो बीजेपी इस पर बात ही नहीं करती. बेरोजगारी नौजवानों का मुकद्दर बन के रह गया.
റിയാസയിലും സുരക്ഷാസേന ഭീകര സാന്നിധ്യം തിരിച്ചറിഞ്ഞു. ദാദുവ ഗ്രാമത്തിൽ പോലീസും സൈന്യവും സംയുക്തമായി ചേർന്ന് തിരച്ചിൽ ആരംഭിച്ചു. കുപ്വാരയിലെ സാഹചര്യം അതീവ ഗൗരവത്തോടെയാണ് പ്രതിരോധ മന്ത്രാലയം കാണുന്നത്. 24 ഡൽഹി. ഇനി വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ വലപ്പാട് നടന്ന ഒരു വലിയ തട്ടിപ്പിന്റെ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ് അല്ലേ? അപ്പോൾ അതിന്റെ വിശദമായ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. വലപ്പാട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിൽ നിന്ന് കോടികൾ തട്ടിയ ജീവനക്കാരി പണം ഉപയോഗിച്ചത് ആർഭാട ജീവിതത്തിന്. കൊല്ലത്ത് 1.5 കോടി രൂപയുടെ ആഡംബര വീട് സ്വന്തമാക്കിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അസിസ്റ്റന്റ് മാനേജറായിരുന്ന ധന്യ മോഹനെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും രസകരമായ കാര്യം, കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിൽ മറുപടി പറഞ്ഞത് അങ്ങ് ചന്ദ്രനിൽ 5 സെന്റ് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആഡംബര ജീവിതം വലിയ രീതിയിൽ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഏതാണ്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതാണ്ട് 1.5 ലക്ഷത്തിന് മുകളിൽ സാലറി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ടോപ്പ് പോസ്റ്റിലാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത്രയും സാലറി ഉണ്ടായിരുന്ന ആളാണ് ഇത്രമാത്രം വലിയ തട്ടിപ്പ് നടത്തിയത്. 8000-ലധികം തവണ ക്രമക്കേടുകൾ നടത്തി എന്നാണ്. മാത്രമല്ല ഓൺലൈൻ റമ്മി ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വ്യാജ ലോണുകൾ തരപ്പെടുത്തി ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തായിരുന്നു ധന്യ മോഹന്റെ തട്ടിപ്പ്. 5 വർഷം നീണ്ട തട്ടിപ്പിലൂടെ സ്വരൂപിച്ച 20 കോടിയോളം രൂപ ആഡംബര ജീവിതത്തിന് ഉപയോഗിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. കൊല്ലം നഗരത്തിൽ 1.5 കോടി രൂപ മുടക്കി ആഡംബര വീട് വാങ്ങി. ആഡംബര വാഹനങ്ങളടക്കം 4 വാഹനങ്ങൾ ധന്യക്കുണ്ട്. പണം ഷെയർ മാർക്കറ്റിലും നിക്ഷേപിച്ചെന്ന് പോലീസ് കണ്ടെത്തി. ധന്യയുടെ പേരിൽ 5 അക്കൗണ്ടുകളും ഭർത്താവിന്റെയും പിതാവിന്റെയും അടക്കം 8 അക്കൗണ്ടുകളിലുമായാണ് പ്രതി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത്. ഈ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് 5 വർഷത്തിനിടെ 8000 തവണകളിലായാണ് പ്രതി സാമ്പത്തിക ക്രമക്കേട് നടത്തിയത്. 24 തൃശൂർ. നീറ്റിൽ അഖിലേന്ത്യാ തലത്തിൽ 1ാം റാങ്ക് നേടിയ മലയാളി ശ്രീനന്ദ് ശർമിളിന് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ 1 കോടി രൂപയുടെ സ്കോളർഷിപ്പ് നൽകി. ബ്രില്യൻ സ്റ്റഡി സെന്റർ ഡയറക്ടർ ജോർജ് തോമസ് പി ശ്രീനന്ദിന്റെ കണ്ണൂരിലെ വീട്ടിലെത്തി ചെക്ക് കൈമാറി. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം പുനഃപ്രസിദ്ധീകരിച്ച നീറ്റ് റാങ്ക് ലിസ്റ്റിൽ 17 പേർക്കാണ് 1ാം സ്ഥാനം. അതിൽ കേരളത്തിൽ നിന്നുള്ള ഒരേയൊരു വിദ്യാർത്ഥിയാണ് കണ്ണൂർ പള്ളിക്കര സ്വദേശി ശ്രീനന്ദ് ശർമിൾ. പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നിന്ന് പരിശീലനം നേടിയ ശ്രീനന്ദ് 720-ൽ 720 മാർക്കും നേടിയാണ് 1ാം റാങ്ക് ഉറപ്പിച്ചത്. ഡോക്ടർ ദമ്പതികളായ ശർമിൾ ഗോപാലിന്റെയും പ്രിയ PGയുടെയും മകനാണ് ശ്രീനന്ദ്. മാന്നാനം KE സ്കൂളിലെ +2 പഠനത്തോടൊപ്പമായിരുന്നു എൻട്രൻസ് പരിശീലനം. ബ്രില്യൻ സ്റ്റഡി സെന്റർ ഡയറക്ടർമാരിൽ ഒരാളായ ജോർജ് തോമസ് പി ശ്രീനന്ദിന്റെ കണ്ണൂരിലെ വീട്ടിലെത്തി 1 കോടി രൂപയുടെ ചെക്ക് കൈമാറി. അഖിലേന്ത്യാ തലത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥിക്ക് ബ്രില്യൻ നൽകുന്ന സ്കോളർഷിപ്പാണിത്. പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ റിപ്പീറ്റിൽ വിദ്യാർത്ഥിയായിരുന്ന പത്മനാഭ് മേനോൻ 716 മാർക്കോടെ ദേശീയ തലത്തിൽ 21ാം റാങ്ക് നേടി. തൃശൂർ സ്വദേശി ദേവദർശൻ R നായർ 715 മാർക്കോടെ 49ാം റാങ്കും, കൊല്ലം സ്വദേശിയായ അഭിഷേക് വിജയ് 715 മാർക്കോടെ 73ാം റാങ്കും, കോഴിക്കോട് സ്വദേശി അഭിനവ് സുനിൽ പ്രസാദ് 715 മാർക്കോടെ 82ാം റാങ്കും കരസ്ഥമാക്കി. കേരളത്തിൽ ആദ്യ 15 സ്ഥാനവും ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾക്കാണ്. ന്യൂസ് ഡെസ്ക് 24. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗുഡ് നൈറ്റ് ഷോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ നാളെ നല്ലൊരു ദിനം ആവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഒരുപാട് നല്ല വാർത്തകൾ ഉണ്ടാവട്ടെ. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആ ട്രക്കും വാഹനങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് എടുക്കാൻ നമ്മുടെ അവിടുത്തെ അധികൃതർക്ക് കഴിയട്ടെ എന്ന് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ബൈ.